അപ്പോൾ ഞങ്ങൾ ഹായ് ഒന്നും പറയണില്ല അല്ലേ. അപ്പോൾ പറയാൻ പറ്റിയ സമയമല്ല. പക്ഷെ നമുക്ക് നാളെ തൊട്ട് നോർമലി നമ്മൾ വീഡിയോ ഇടാൻ പറ്റണം. പരമാവധി പറ്റുകയാണെങ്കിൽ നമ്മൾ നാളെ തൊട്ട് വീഡിയോ ഇട്ട് തുടങ്ങും. നമ്മൾ ഒരു പരിധി നമുക്ക് അത് നമ്മുടെ ഓരോ തൊഴിലാണെങ്കിലും നമുക്കത് ചെയ്തു പോകണം. എന്ത് വന്നാലും നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നാലും നമ്മുടെ ജീവിതമാർഗം കൊണ്ട് നമ്മളൊരു വശം നോക്കണമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നല്ല, നമ്മുടെ വീട്ടിൽ വീണ്ടും ഒരു ദുഃഖവാർത്തയാണ് അല്ലേ പറയാനുള്ളത് നമുക്ക്. 2025 ലാസ്റ്റും വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. 2026 ഫസ്റ്റ് മുതലേ സങ്കടങ്ങളാണ്. ഈ സങ്കടങ്ങളൊക്കെ ഇനി നികത്താൻ പറ്റില്ല. ജീവിതത്തിൻ്റെ 199% സങ്കടമുള്ള കാര്യം. 1% പോലും, 1% ഇല്ല. 99% എന്ന് പറയുന്നത് അച്ഛനും അമ്മയെല്ലാം വയ്യാതെ ആയിട്ട് കിടപ്പായിട്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ടാണ്. അതിന്റെ പേരിൽ 1% അല്ല, 1% സത്യം പറഞ്ഞ ഭാഗ്യം. നമ്മൾ അതുകൊണ്ട് നമ്മളൊരു വയസ്സ് പറയണല്ലോ. പറഞ്ഞതല്ല, എൻ്റെ അമ്മ മരിച്ചു. എൻ്റെ അച്ഛൻ 2025 ഡിസംബർ 1 മരിച്ചു. അപ്പോൾ അമ്മ ഫെബ്രുവരി 22 ഞായറാഴ്ച രാവിലെ മരിച്ചു. അപ്പോൾ എന്താ പറയുക, രാവിലെ ഉറങ്ങി നിൽക്കുമ്പോൾ രാവിലത്തോടു കൂടിയിട്ടാണ് സൈലൻ്റ് അറ്റാക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അമ്മക്ക് എടുക്കുന്ന ഏരിയയിൽ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഉറങ്ങണം, ഇങ്ങനെ കൈ പിടിച്ച് സൈഡിലേക്ക് ചെയ്തിട്ടാണ് അമ്മക്ക് എടുക്കാറ്. അതേപോലെയാണ് അമ്മക്ക് എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ പോയി, അച്ഛനും പോയി, അമ്മയും പോയി. അച്ഛൻ മരിച്ചിട്ട് 3 മാസം ആകുമ്പോഴൊക്കെ അമ്മയും പോയി. അപ്പോൾ എന്താ എനിക്കങ്ങനെ അമ്മയുടെ അധികം സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കിട്ടി. ഇപ്പോൾ കുറച്ചാളായിട്ട് സ്നേഹമാണോ എന്താണോ എന്ന് അറിയില്ല. എന്നാലും അമ്മ വരില്ലേ എൻ്റെ അടുത്തേക്ക് വരില്ലേ എന്നിങ്ങനെ പറയും. എന്ത് കാരണവശാലായാലും അമ്മ അങ്ങനെ വരില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ആളവിടെ. ഇപ്പോൾ ഞങ്ങൾ എന്നും കുളിക്കുന്നു സ്കൂൾ ഉണ്ടാക്കി എന്ന് വെച്ചാൽ മിക്ക ദിവസം ഞാൻ ഒരു കാര്യം, നമ്മൾ സാരി ബിസിനസ് തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചാൽ നിങ്ങൾ നിർത്തിയോ ചോദിച്ചു. പക്ഷെ നമ്മൾ നിർത്തിയതല്ല. സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ വയ്യാണ്ടായത്, ഹോസ്പിറ്റലായത്. അങ്ങോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ വയ്യാണ്ടായി, വീണ്ടും അമ്മയ്ക്ക് വയ്യാണ്ടായി, പിന്നെ അച്ഛന് വയ്യാണ്ടായി. അങ്ങനെ പിന്നെ അച്ഛൻ മരിച്ചു. അതൊന്നൊക്കെ സെറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് തയ്യാറെടുത്തിരിക്കണ സമയങ്ങളായിരുന്നു. അതായത് നമ്മള് കച്ചവടത്തിനേക്കാളും കച്ചവടം എന്ന് വെച്ചാൽ ഞങ്ങളെ സത്യം പറയല്ലോ, ഞങ്ങളുടെ ലാസ്റ്റ് കയ്യിലുണ്ടായിരുന്ന ഒരു ഇതും കൂടി കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കിയതും കാര്യങ്ങളും ചെയ്തതും. പക്ഷേ അതിനേക്കാളും വാല്യൂ അതിനേക്കാളും വില ഞാൻ അച്ഛനും അമ്മയ്ക്ക് കൊടുത്തിട്ട് വേറെ ഒന്നുമല്ല. ഞാൻ ഒന്നാം ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സാരിയാണ്. അപ്പം ഞാൻ സാരില്ല, എന്താണ് ഞാൻ ആവട്ടെ എന്താ വെച്ചാൽ നാളെ അവർക്ക് വന്ന് പോയിട്ട് നമ്മളെ ബിസിനസ്സിൽ എന്ത് നേട്ടം നേടിയിട്ടും കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവാൻ, നമുക്ക് ജോലിയാണ്, നമുക്ക് തിരക്കാണ്, നമുക്ക് അവിടെ പോവാണ് ഇവിടെ പോവാണെന്ന് പറഞ്ഞൊഴിയാൻ പറ്റും. എനിക്ക് പറഞ്ഞ് പ്രത്യേകിച്ച് എനിക്ക് 2 ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ നോക്കണമെന്ന് എനിക്ക് പറഞ്ഞൊഴിയാൻ പറ്റും. മറ്റാരേക്കാളും എനിക്ക് നല്ലോണം പറഞ്ഞു. എനിക്ക് 2 ചെറിയ കുട്ടികളാണ്, എനിക്ക് വീഡിയോ ഞാൻ എന്താ വെച്ചാൽ എല്ലാവർക്കും പറഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല, എനിക്ക് ചെയ്യും. പക്ഷേ ഞാൻ ഒരിക്കലും അതിനായിട്ട് പറയുമെങ്കിൽ നമ്മുടെ കാപ്പിൽ പോട്ടെ എന്തിനാവട്ടെ, എന്താ നമ്മളോട് പറ്റുന്ന കാര്യം ലാസ്റ്റ് വരെ നമ്മളോട്, അതായത് തറവാൻ്റെ ബേക്കറിയായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാലും പിടിക്കാൻ അമ്മയുടെ കാര്യങ്ങൾക്ക് അവർ വിളിച്ചാൽ ഞങ്ങൾ ഓടിപ്പോയിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങൾക്ക് ലാസ്റ്റ് വരെ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. ഫെബ്രുവരി 22 മരിച്ച് 21 വരെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അമ്മയ്ക്ക് വേണ്ട വിധത്തിൽ നമുക്ക് പറ്റുന്ന പോലെ. ഒരുപാട് വലിയ ഇതിനൊന്നും നമുക്ക് അമ്മേനെ കാശോ അതൊന്നും ഞങ്ങൾക്ക് ഇല്ല. കാശ് കൊണ്ടൊന്നും സഹായിക്കാൻ ഞങ്ങൾക്ക് ഇല്ലേ. ആളോണ്ട് നമ്മൾ അമ്മേനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ശേഷം അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഒരു കാര്യം എന്നോട് വന്ന് എന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞു. അത് ഞാൻ കൊടുക്കുന്ന സ്കൂളിൽ കൊണ്ടാക്കി വരുന്നതായിരിക്കും അവിടെ ഇറങ്ങും. അതിൽ 1-2 ദിവസം പനി പിടിച്ചിട്ടു, പിന്നെ 1-2 പ്രാവശ്യം അങ്ങനെ 2 പ്രാവശ്യമാണ് ഒഴിച്ചെല്ല് പോയത്. അങ്ങനെ കുറച്ച് ദിവസത്തെ ഒരു ഇതല്ലാണ്ട് ബാക്കി എല്ലാ ദിവസവും അമ്മേടെ അടുത്ത് പോയിരുന്നു. അപ്പോഴും ബിസിനസ്സിനപ്പോൾ ഞാൻ സാധനം നമുക്ക് ചെയ്യാം. ഇവിടെ വന്ന് വീഡിയോ എടുക്കണം, വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ ഞാൻ കുഴപ്പമില്ല, കാര്യമില്ല കേട്ടോ, വീഡിയോ അല്ലേ സാധനം നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
അമ്മേടെ അടുത്തിരിക്കാൻ ഇരിക്കുക. എന്നിട്ട് അമ്മോട് പറയാനുണ്ട്, അമ്മ ഞങ്ങൾക്ക് ഇതിട്ടിട്ട് വേണം വീഡിയോ എടുക്കാനൊക്കെ അമ്മേനോട് പറയും. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ട് എനിക്ക് വേണ്ട സാരില്ല കാര്യമില്ല. അപ്പോൾ നമുക്കറിയാം ഇനിയിപ്പോൾ ആർക്കും വേണ്ടി ഞങ്ങൾക്ക് ഒന്നും ഇതില്ല. ആർക്കും അമ്മ ഇനി ഞങ്ങളെ വിളിക്കില്ല, വയ്യാന്ന് ആയാലും വിളിക്കില്ല, ഹസ്ബൻഡോണ്ട് ആയാലും വിളിക്കില്ല, അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് നിൽക്കണ്ട, ഒന്നും വേണ്ട. പക്ഷേ എനിക്കൊരു സമാധാനം ഉണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വരാം എന്നുള്ളൊരു വാക്ക് ഞാൻ അമ്മോട് ഉറപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ ഞങ്ങൾ വരാം കേട്ടോ, അമ്മയ്ക്ക് ആശുപത്രി കേസ് എന്തെങ്കിലും വന്നാൽ വേണ്ടി വന്നാൽ ഞങ്ങൾ വരൂട്ടോ, ഞങ്ങൾ ഉണ്ടാവട്ടാന്ന് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പോകുമ്പോൾ വലിയൊരു വിഷമം എന്താ വെച്ചാൽ എന്നും തറവാണ്ടൊക്കെ ആയിട്ട് ട്രെയിനിങ് കയറുമ്പോൾ ഓർണടിക്കുന്നത് അമ്മ പറഞ്ഞതിന് ശേഷമാണ് നമ്മളത് പറഞ്ഞത്. നമ്മൾ ഓർണടിക്കുന്നത് വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർണടിച്ചിരുന്നത്. അപ്പോൾ അമ്മയുടെ വിചാരം അമ്മേനെ വിളിക്കുകയെന്നാ, അമ്മേനെ അറിയിക്കുകയാണ് ഇങ്ങനെ ഉണ്ണി കൊണ്ടാക്കാൻ പോകുന്നത്, അമ്മേനെ വിളിക്കുക എന്നുള്ളൊരിതാണ്. അമ്മ പറഞ്ഞപ്പോഴാണ് നമ്മളത് ചിന്തിക്കുന്നത്, നമ്മൾ അറിഞ്ഞില്ല അമ്മയെ പറഞ്ഞത്. ഇന്നെന്താ വിളിച്ചല്ലോ അപ്പോഴാണ്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അതിന് 2 പ്രാവശ്യം 3 പ്രാവശ്യം അമ്മ ഞാൻ അമ്മേനെ നീട്ടി വിളിക്കുന്നുണ്ടല്ലോ മോൻ, അമ്മേനെ വിളിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറയും. പിന്നെയുള്ള അടിക്കലത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഓണടിച്ചിരുന്നു കേട്ടോ. അമ്മ പറഞ്ഞിട്ട് നമ്മളതായത് സേഫ്റ്റി ആയിട്ട് ഇരിക്കണ്ട് എന്നുള്ളതിന്റെ ഒറ്റ സിഗ്നലാണ് അത്. അമ്മ അല്ല ഓരോ ദിവസം നമുക്കും കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ശരീരമായിട്ടൊക്കെ ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഓർണടിക്കുമ്പോ അമ്മ പറയാ ബെല്ലടിക്കുക എന്നാ പറയട്ടെ, അത് വേറെ കാര്യം. അമ്മ പറയാം ഇന്നെന്ത് ബെല്ലടിക്കാഞ്ഞെന്നാ ചോദിക്കുക. അത് പിന്നെ ഒരേ സിറ്റുവേഷൻ അത്രേ ഉള്ളൂ. അപ്പം എന്നും അപ്പം അതും വണ്ടി എടുത്ത് പോകുമ്പോൾ അതൊരു വിഷമമായിട്ട് മാറിയിരിക്കണം. വണ്ടി ഓർണടിക്കാനും തോന്നില്ല, ഓർണടിച്ച് ആര് കേൾക്കാനും. തിരിച്ചു ചെല്ലുമ്പോൾ ഒന്ന് ഓർണടിച്ചില്ല എന്ന് പറയാൻ പോലും നമ്മൾക്ക് ചോദിക്കാനും പറയാനും ഒന്നിനും ആളില്ലാണ്ട്. അച്ഛനും അമ്മയും മരിച്ചാൽ എന്താവും എന്നുള്ളത് ഇങ്ങനെ ഉണ്ണി പലപ്പോഴും പറയാറുണ്ട്. ഓരോ വിഷമഘട്ടങ്ങളില് അവര് തിരിച്ചു കിട്ടില്ല. അച്ഛനമ്മ ഭർത്താക്കന്മാർ എത്രയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചിട്ടു, ഭാര്യമാർ എത്രയാണെങ്കിൽ കല്യാണം കഴിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷെ അച്ഛനും അമ്മയുള്ള കാലഘട്ടം അതാണ് ലൈഫിൽ ഏറ്റവും നല്ല കാലഘട്ടം. അവർ ദേഷ്യപ്പെടും, അവരടിക്കും ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ ദുഷ്ടന്മാരായ അച്ഛനും അമ്മമാർ മക്കളിട്ട് പോണവരുണ്ട് കേട്ടോ. അവരെല്ലാണ്ട് സ്നേഹിക്കണം, അവർ ശാസിക്കുന്നതും ഒക്കെ നിങ്ങളെ നല്ലതിനായിരിക്കും എന്ന് ചിന്തിക്കുക. അല്ല ഞാനിതേമാതിരി ഫസ്റ്റ് ഗൾഫിൽ പോയപ്പോ എനിക്ക് അതായത് എൻ്റെ ഫസ്റ്റ് ഗൾഫിൽ പോയ സമയത്ത് ഞാൻ അങ്ങനെ വിട്ട് മാറി നിന്നിട്ടില്ല, അന്യനാട്ടിലേക്ക് അങ്ങനെ ഒന്നും പോയിട്ടില്ല. അപ്പൊ അന്യനാട്ടിലേക്ക് ഈ കുന്നാള പരിസരം വിട്ട് ഇങ്ങോട്ട് ദൂരെ പോയിണ്ടായിരുന്നില്ല. അപ്പൊ പണ്ടൊന്നും ടൂർ പോകണ അങ്ങനത്തെ ടൂർ പോക്ക് കാരണം ഒന്നുമില്ല, ബന്ധുക്കളെ വീട്ടിൽ പോയി നിൽക്കാറൊന്നുമില്ല. 96 ഞാൻ ഫസ്റ്റ് പോയത് ഏപ്രിൽ 1-ാം തീയതി. അപ്പൊ പോയി എനിക്ക് അമ്മോടുള്ള അത്ര അടുപ്പങ്ങളായിരുന്നു. അപ്പൊ എന്നിട്ട് എനിക്ക് ഫോൺ വിളിക്കാൻ എൻ്റെ ഒരു ചേട്ടൻ എന്താ വെച്ചെങ്കിൽ ഞാൻ പൊട്ടിക്കരയുന്നതുകള് ആ ചേട്ടൻ മനസ്സിലാക്കിയിട്ട് കടപ്പുറത്ത് ആരും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. ഈ ടെലിഫോൺ ബൂത്തല്ല, ബൂത്തിൽ കൊണ്ടുപോയി നിർത്തി എന്ന് വന്നിട്ട് കാർഡിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടില്ല കാര്യമില്ല. അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ആകെ നിയന്ത്രണം വിട്ടു. അത്രയും ബുദ്ധിമുട്ട് വിഷമമായിരുന്നു. അപ്പം അങ്ങനെ ഓരോ അനുഭവങ്ങളിലും അങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അമ്മ അച്ഛനും നമുക്ക് പറഞ്ഞ ഒരു ചില സാഹചര്യങ്ങളിലൊക്കെ അച്ഛനേക്കാളും അമ്മോടായിരുന്നു അടുപ്പം. അമ്മോട് എല്ലാ കാര്യത്തിനും എന്ത് കാര്യത്തിനും നമ്മളത് അമ്മയുടെ അടുത്ത്. അമ്മയ്ക്ക് അമ്മ എന്ത് പണി ഇവര് ഭയങ്കര ഒരു മിഷൻ വർക്ക് മാതിരിയാണല്ലോ. എപ്പോഴും ഇങ്ങനെ ജീവിതത്തിലെ സുഖങ്ങളെ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതേമാതിരി പണി എന്ന് പറഞ്ഞാൽ പട്ടിപ്പണി തന്നെ പറയാം. അപ്പം ആ പണിയെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ആ ചെറുപ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായ ഹെൽപ്പ് എന്താ വെച്ചെങ്കിൽ എന്ത് പണി ചെയ്യുമ്പോഴും അതിന് പോയിട്ട് ഞാൻ കൈ വെച്ച് കൊടുത്ത് സഹായിക്കാറുണ്ട്. അപ്പം അതൊക്കെ ഈ പറഞ്ഞ മാതിരി നല്ല ഒരു ഓർമ്മകൾ. അമ്മയ്ക്കും ഒരു ചെറിയൊരു അറ്റാച്ച് ഉണ്ടായിരുന്നു, എല്ലാ മക്കളോടും ഉണ്ടാവും. എന്നാലും പണ്ട് അത് കല്യാണം കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ശത്രു അതങ്ങനെയാണല്ലോ. അമ്മയുടെ തെറ്റിദ്ധാരണ ഞാനാണ് അമ്മേടെ. പക്ഷെ ലാസ്റ്റ് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മയ്ക്ക് ഞാൻ അമ്മയുടെ നിന്ന് അകറ്റാൻ മോനെ ഞാൻ നോക്കിട്ടേ അതിനായിട്ട് സഹിക്കാൻ പോലും എനിക്ക് ഇപ്പൊ അമ്മയുടെ കാര്യം എന്നല്ല, എന്തൊരു കാര്യം നമുക്ക്
എന്തൊരു കാര്യമായാലും അത് നമ്മളാ ചെയ്യാത്ത കാര്യത്തിന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ആളെന്നല്ല, അച്ഛനെന്നല്ല, അമ്മയെന്നല്ല, ആരായാലും അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് ഈ നിമിഷം വരെ. നമ്മളറിയാത്ത കാര്യത്തിന് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിവ് അവർക്ക് ദയവായിട്ട് ഇതായിരുന്നു. ഞാൻ കല്യാണം അയച്ചപ്പോൾ മോനെ നിന്ന് മാറ്റി നോക്കാൻ. പക്ഷെ അമ്മയുടെ ചുറ്റുള്ള ഒരു അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തായിരിക്കും. പക്ഷെ അമ്മ ഒരാളെ മനസ്സിലാക്കി. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് അമ്മയ്ക്ക് അമ്മ അത് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഹാപ്പി എന്ന് വെച്ചാൽ സത്യം പറഞ്ഞ തലേദിവസത്തെ ഒരു വീഡിയോ കൂടി ഉണ്ടായിട്ട് ഞാൻ ചെറുത് എന്തോ എനിക്കങ്ങനെ ഒരിക്കലും അമ്മാനെ വയ്യാണ്ട് അവശതയായിട്ട് കിടന്നിട്ടില്ല. ഒരിക്കലും അമ്മ മരിക്കും, ഹോസ്പിറ്റലല്ല വീട്ടിലായിരുന്നു, മരിക്കും എന്നൊരു ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞങ്ങള് 21 തീയതി രാവിലെ ഞങ്ങളുടെ നാട്ടിൽ കുതിരയാകുമ്പോൾ ഞങ്ങൾ വഴിപാട് കൊടുക്കാൻ വേണ്ടി പാടത്തേക്ക് പോയില്ലേ. വഴിപാട് ഇങ്ങനെ ഞാൻ കയറും ശർക്കര നമ്മുടെ വഴിപാട് കൊടുത്തു, ശർക്കര മേടിച്ചു. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അമ്മയുടെ അടുത്ത് ഇറങ്ങി. അമ്മയുടെ അടുത്ത് ഇറങ്ങിയപ്പോ അമ്മ ഈ പറഞ്ഞ മാതിരി എന്നും വർത്താനം പറയുമ്പോ കയ്യുമൊക്കെ തോടും അല്ല പിടിക്ക കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആ ഫെബ്രുവരി 21 തീയതി കൈ പിടിച്ചപ്പോൾ അല്ലല്ല ഫസ്റ്റ് രാവിലെ പോയിപ്പോ തന്നെ പിടിച്ചു. എന്നിട്ടല്ലേ ഉണ്ണിയോട് വന്നിട്ട് പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെ ഒരു കൈ പിടിച്ചിട്ട് നല്ല അങ്ങനെ ഈ 5-8 വർഷമായിട്ട് ഇതേ സിറ്റുവേഷനിൽ പോണ ഒരു അമ്മയാണ്. അല്ലാത്തപ്പോ അമ്മയ്ക്ക് പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസം മുട്ട്, ആ ഒരു വലിവ് പോലും ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ കണ്ടില്ല അമ്മയ്ക്ക് ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ ഏറ്റവും അല്ല എല്ലാവരുടെ അടുത്തും നാണം മറക്കണ അമ്മ ഈ പറഞ്ഞ മാതിരി അന്ന് അങ്ങനൊരു ഇത് അമ്മ എന്താ അപ്പൊ ഡ്രസ് മാറ്റി പാമ്പേഴ്സ് ഇടാന്ന്. അപ്പൊ അമ്മ അന്ന് ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോയി കുറച്ച് ഇരുന്നു, വർത്താനം പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മോട് പറഞ്ഞു ഞാൻ ഭക്ഷണം വെച്ചിട്ട് കേട്ടോ അമ്മ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് വരട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് വരില്ലേ ചോദിച്ചാ ഞങ്ങളിവിടെ അന്ന് ഭക്ഷണം കഴിച്ചിരിക്കാണ്. അവിടുന്ന് ചേച്ചി അമ്മയെന്നൊക്കെ ചേച്ചി അവർ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അനിയൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു കേട്ടോ അച്ഛമ്മയ്ക്ക് വയറ്റിൽ നിന്ന് പോയിട്ട് എന്നാണ്. അപ്പം ഞാനും എൻ്റെ ഇവിടുന്ന് പോയി. പമ്പിക്ക ചേച്ചിയൊക്കെ ക്ലീനാക്കി കിടത്തിയിട്ടുണ്ട്. അപ്പം എന്താ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇളനീർ വെള്ളം ഉണ്ടായിരുന്നു, അത് കുറച്ച് കൊടുത്തു. അപ്പം അത് കുടിച്ചു അമ്മ. അത് എൻ്റെ കഞ്ഞാളം വേണം. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കഞ്ഞാളം കുടിക്കണം അമ്മ 3 മണി ആ നേരം കഞ്ഞി കുടിക്കുന്ന നേരടി കഞ്ഞി കുടിച്ചോളെ. ഇനിയിപ്പോൾ കഞ്ഞാളം കുടിക്കാക്കണ്ട കഞ്ഞി കുടിച്ചോളെയാണ്. അപ്പൊ കുറച്ച് അമ്മ സാധാരണ കുടിക്കണായിട്ട് കുറച്ച് കഴിഞ്ഞ അമ്മേനെ നിർബന്ധിക്കണം. അമ്മേനെ ആദ്യം നോക്കിയ കുട്ടിയാണെങ്കിൽ പെണ്ണാണെങ്കിൽ എപ്പോഴും അമ്മ കുറച്ചുകൂടി എന്നിട്ട് അതിനെ കുറച്ചായിട്ട് കൊടുപ്പിക്കും. ഇപ്പോൾ ഉള്ളവര് അവർക്ക് മതി എന്ന് പറഞ്ഞാൽ അവർ നിർത്തും. അങ്ങനെയാണ്. അപ്പം ഞാൻ അന്ന് ചേച്ചിയോട് ചേച്ചി എത്രയാണെങ്കിൽ നമുക്ക് മതി എന്ന് പറഞ്ഞാൽ എത്ര നിർബന്ധിച്ച് കൊടുത്തോളോട്ടാണ്. ഞാനും രണ്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ അമ്മ അത് മുഴുവൻ കുടിക്കാണ്ടാണ് മുഴുവൻ കഞ്ഞി കുടിപ്പിച്ചു. അപ്പൊ ആ സമയത്ത് എനിക്ക് എന്തോ അമ്മയുടെ വീഡിയോ എടുക്കാൻ തോന്നി. എന്ത് നമ്മുടെ ചെറിയ ബുദ്ധിമുട്ടായി ഞാൻ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിരുത്തിയിട്ടാണ് അന്ന്. അപ്പൊ ഞാൻ അമ്മേനും മോനും കൂടി ഒരുമിച്ച് കണ്ടപ്പോ വീഡിയോ അപ്പൊ എന്തോ പറഞ്ഞപ്പോ ഇങ്ങനെ തട്ടി ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു നീ എന്റെ മോനെ അടിക്കല്ലേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് എന്തോ തമാശ പറഞ്ഞിട്ട് അമ്മോട് ചിരിച്ചിട്ടുണ്ട്, വർത്തമാനം പറഞ്ഞു. അപ്പോൾ എന്തോ ഹാളിലെന്തോ ഫോൺ ആ പോയി ഹാളിൽ ഫോൺ എടുത്തോണ്ട് ഞാൻ വീഡിയോ എടുത്തു. സത്യം അതൊരു നിമിത്തം അല്ലെങ്കിൽ ഇപ്പം അമ്മേനൊന്നും ഞാൻ എന്ന് ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോരൊന്നും അല്ല കേട്ടോ. ആണ്ടൊരു ചങ്ങനക്ക് എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ വീഡിയോ ഉണ്ടെങ്കിൽ ഉണ്ട്. അച്ഛൻ കിട്ടുന്നവരുടെ ഒരു വീഡിയോ കിട്ടി ഞാൻ അച്ഛൻ്റെ ലാസ്റ്റിൻ്റെ ഒരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അവരുടെ അച്ഛനും അമ്മേനും നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നത് അവർ പണ്ടത്തെ നമുക്കത് അവരോട് ചെയ്യാറില്ല നമ്മളങ്ങനെ ഒരിക്കലും. ഇപ്രാവശ്യം എന്തോ എന്റെ മനസ്സിന് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ട് ഞാൻ അച്ഛൻ മരിക്കുന്നതിന് 6 ദിവസം മുന്നേ അല്ലെ 26-ാം തീയതി എടുത്തു, 1-ാം തീയതി പറ്റും 5 ദിവസം മുന്നേ അതേമാതിരി നമ്മുടെ വീഡിയോ എടുക്കാൻ ശരിക്കും അമ്മ വൈകിയാണ് തലേ ദിവസം 24 മണിക്കൂർ കൂടി ആയിണ്ടായിരുന്നില്ല. 12 മണിക്കൂർ ആയിണ്ടായിരുന്നില്ല. 12 മണിക്കൂർ 3:16 വീഡിയോ എടുത്തത്. നമുക്ക് ടൈമും കാരണം കറക്റ്റാണ് നമ്മുടെ വീഡിയോയില്. 3:16 വീഡിയോ എടുത്തു. പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചു ഞങ്ങൾ പോവായിട്ട് അമ്മയായിട്ട് പോന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ അമ്മയെ കാണുന്നത് അങ്ങനെയായിരുന്നു. അമ്മയ്ക്ക് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ പോടാമെന്ന് വെച്ചു. വൈകിട്ട് നമ്മള് അല്ല സപ്പോർട്ട് ഞായറാഴ്ചയിൽ നമുക്ക് പോയിട്ടൊന്ന് പോയി നോക്കാന്ന് പറയാം. അപ്പൊ അമ്മ പറഞ്ഞിട്ട് വേണ്ട, അമ്മ പറയണതിനൊപ്പം നമുക്കത് ചിന്തിക്കാം. അമ്മയ്ക്കൊരു വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. അപ്പൊ അമ്മ അല്ല ശ്വാസം മുട്ട അല്ല ചുമയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് അമ്മ പറഞ്ഞാല് നമുക്ക് എടുത്തു കൊണ്ടുപോകാന്നുള്ളത് ഇട്ടു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തെന്നെ ആയാലും അച്ഛനും പോയി അമ്മയും പോയി. അപ്പൊ അതാണ് പേറ്റും. എന്താ വെച്ചെങ്കിൽ അവരാ കട്ടിലുമ ഉണ്ടെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര മനോധൈര്യ കാര്യം. ഇപ്പൊ നമ്മുടെ കൂടെ എന്ത് കാര്യത്തിനും അവരവിടെ ഉണ്ടെങ്കിൽ
ഭയങ്കര ഒരു ധൈര്യമായിരുന്നു. ഇപ്പൊ മൊത്തത്തിൽ അച്ഛൻ പോയിപ്പോ 3/4 പോയി, ഇപ്പൊ അമ്മയും കൂടി പോയിപ്പോ ഫുള്ള് ധൈര്യം എന്ന് വെച്ചാൽ ഏത് തരത്തിലല്ല നമുക്കൊരു നമ്മള് കുട്ടിയായിരിക്കണത് അമ്മ അല്ലേ, അവിടെ ചെല്ലുമ്പോഴാണ് അതിനായിട്ട് കുട്ടിയാവണത് അമ്മയുടെ മോന്. ഇനിയിപ്പോ അങ്ങനെ ഇല്ല. അല്ല അതേമാതിരി ഒരു തലമുറ ഇനിയിപ്പോ ഈ ചുറ്റുവട്ടത്തില്ല. അതന്നെ പറയാം. എന്താ വെച്ചെങ്കിൽ എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി 74 വെഡിങ് ആനിവേഴ്സറി ആണ് ഇപ്പൊ അടുത്ത് കഴിഞ്ഞത്. അപ്പൊ അതുവരെ ഉണ്ടായി. അതന്നെ ഏറ്റവും ഉണ്ടായിന്ന് വെച്ചാൽ അത് വലിയൊരു ഇതാ. എന്താ വെച്ചെങ്കിൽ അച്ഛൻ കഴിക്കാണ്ട് അമ്മ കഴിക്കില്ല. ആ സ്നേഹമാണ് 84 അച്ഛൻ വെച്ച് 84 സമയം അമ്മയും പോയപ്പോ ആ ഒരു സ്നേഹത്തിന്റെ ഒരു ഇതായിരിക്കും എനിക്ക് തോന്നുന്നു. ഭാഗ്യല്ലേ എന്നും അച്ഛനെ വെച്ച് അമ്മയുടെ റൂമിന്റെ നേരെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്നും അച്ഛന്റെ സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ് കിടന്ന് അത് മരിക്കണേന്റെ അത് തലേ ദിവസം, അതായത് 21-ാം തീയതി ഒന്നുകൂടി എന്നെ നിവർത്തിയിരുത്തി, അവരുടെ നിവർത്തിയിരുത്തിയിട്ട് അവിടേക്ക് എന്നെ നോക്കിയിരിക്കും. അപ്പൊക്കെ മനസ്സ് എന്തോ ഒരു നിവർത്തിയിരുത്തിയപ്പോ അത് നമ്മള് സപ്പോർട്ട് ചെയ്തിട്ട് ഇരുത്തൽ തന്നെ പതിവ്. ഒന്നും കൂടി നിവർത്തിയിരുത്തിയെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ ചാരി ഇരുത്തിട്ട് ഇങ്ങനെ പിടിച്ചിരുന്നത്. എന്തൊക്കെയോ നമ്മുടെ കിട്ടിയതാണ് അമ്മേടെ അടുത്തുണ്ടാവാൻ പറ്റി. ആ ഒരു തലേദിവസം ആ ടൈം വരെ അമ്മേടെ അടുത്തുണ്ടാകാൻ പറ്റി. കുറച്ചെനിക്ക് അന്ന് അമ്മ ഇങ്ങനെ ചാരി കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട്. കുറച്ചേരം ഇരിക്കുമ്പോ കുറച്ച് ചൂടാവണ്ട, പൊട്ടുള്ളൂ ഇങ്ങനെ ഇരിക്കുന്ന കിടപ്പല്ലേ, ചൂടുകാരൊക്കെ ഇല്ല. അപ്പൊ ഇനി പൊട്ടുണ്ടാകുമ്പോ ഇങ്ങനെ കുറച്ചേരം ഇരിക്കണ്ടെന്ന് ഇരുന്നു. അപ്പോഴും നമ്മള് ചോദിച്ച അമ്മോട് ഇഷ്ടമുള്ള മോനാണല്ലോ താങ്ങി പിടിക്കണേന്ന് എന്തൊക്കെ ചോദിച്ചു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോനല്ലായിരുന്നു എന്നിട്ട് ഇപ്പൊ ആരെന്നെ ഇഷ്ടം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. സത്യത്തിൽ അത് ഇടയ്ക്ക് ഞാൻ പോയി അമ്മോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അമ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാതെ മൗനായിട്ട് ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കണത്, അല്ലാണ്ട് വേറെ ഒന്നും ഇതാക്കിയിട്ടല്ല. എന്തെന്നായാലും അല്ല നല്ല പകരം കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മുഖത്തേക്ക് വർത്താനം പറഞ്ഞിരുന്നില്ല. പേടിയായിരുന്നു. അമ്മേനെ രണ്ടാളും നല്ല വിളിച്ചതാട്ടോ. അതാ ഫോണൊന്ന് കട്ട് ചെയ്ത് ഷെബി വിളിച്ചു. അപ്പോൾ ഇപ്പോൾ പൊന്നാണ് നേഴ്പ്പായിലിരിക്കണം. ഷെബി അവിടെ തറവാട്ടിലാണ്. പൊന്നു നേഴ്പ്പായൊക്കെ പൊന്നു അവിടെ ഷെബി അവിടെയൊക്കെ ഉണ്ട്. കാർത്തു അവിടെ ഉണ്ട്. ഉണ്ണോളേന് ട്യൂഷനും ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വീഡിയോ ഇടാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാളോട്ട് നമ്മൾ വീഡിയോ വെച്ചണ പോലൊക്കെ എങ്ങനെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് കാര്യങ്ങൾ. മാസം എത്തുമ്പോ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഏക വരുമാനം ഇതല്ലേ. അപ്പൊ അല്ല ഞാൻ അതിനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് ജീവിക്കണമെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. കുറച്ചാളത് നമ്മൾ സഹിക്കുക അല്ലേ. തീർച്ചയായിട്ടും. അല്ല നമ്മളത് ഈ ഫെബ്രുവരി നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം ചെയ്തിട്ട് സാരികൾ കുറച്ചും കൂടി ഇറക്കി മറ്റത് എല്ലാം വിൽക്കാൻ സെയിൽ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഇപ്രാവശ്യത്തെ വിഷും ഇങ്ങനെ പോട്ടെ, എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സമയം തെളിയെന്ന് വിചാരിക്കുക. വിഷു ആഘോഷിക്കുന്ന അല്ല വിഷു ആഘോഷിക്കല്ല, നമ്മുടെ കച്ചവടം, നമ്മുടെ സാരി, വിഷു നമ്മുടെ ആഘോഷങ്ങളൊക്കെ കുറേ വർഷങ്ങളായിട്ട് പോയിരിക്കുകയാണ്. വർഷങ്ങള് അല്ല ആഘോഷം പോയതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വയ്യാണ്ടായതോ എൻ്റെ ശേഷം എൻ്റെ ആഘോഷങ്ങളും എൻ്റെ സമാധാനങ്ങളും നഷ്ടപ്പെട്ടതായിരുന്നു. പിന്നുള്ളത് നിങ്ങൾ കാണുന്നത് നമ്മള് ജീവിക്കുന്നത് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞു ഞങ്ങള് ആ സാരി ഇറക്കേണ്ട നടന്നുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും ഓരോ പ്രശ്നമാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങള് ഞാൻ ഇതാക്കിയെന്ന് എന്ത് അതാണ് ഞാൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഒരു ആവശ്യമാണ് നമ്മൾ രണ്ടാളും കൂടെ എത്തും. ഞാൻ അവിടുന്ന് വരുമ്പോഴും വയ്യ അമ്മയ്ക്ക് പോകണമെങ്കിൽ പോവാം, നമുക്ക് വേറെ കിടക്കാം. ഞങ്ങളോട് പെട്ടണം ഞങ്ങൾ ചെയ്യും. ഞാൻ അതാ വേണ്ടത്. ഞങ്ങൾക്ക് കാശ് കൊണ്ട് അമ്മേനെ അച്ഛനെ സഹായിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളോട് പെട്ടെന്ന് നീ സഹായിച്ചു അമ്മേനെ. മരിക്കണേന്റെ ഒരു അല്ല ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അതിന്റെ 2 ആഴ്ചയും പറഞ്ഞ മാതിരി മുന്നേ നമ്മള് ആസ്പത്രിയിലേക്ക് അല്ല ഓരോ സമയത്ത് കൊണ്ടുപോയിട്ടൊന്ന് ചെക്കപ്പ്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ ഇട്ടുണ്ടായില്ലേ. എന്നിട്ട് അത് കണ്ടിട്ട് ആർക്ക് അയച്ചു കൊടുത്തു എന്നറിയില്ല. ആ ചേച്ചി പറഞ്ഞു, മൂലപ്പാട് ചേച്ചിയാ പറഞ്ഞത്. പ്രകാശന്റെ ഭാര്യ പറഞ്ഞു നോക്കിയേ വല്യമ്മേനെ നോക്കിയാണ്ട് നമ്മുടെ വീഡിയോ സ്ക്രീൻഷോട്ട് ചെയ്ത് വല്യമ്മയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു. നമ്മൾ ആസ്പത്രി പച്ച മാക്സിട്ട് പോയില്ലേ, അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് പോയിണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്ക് നന്നായിന്ന് ഇപ്പൊ തോന്നുന്നു. ചില ഫോട്ടോ ആണെങ്കിൽ ഇങ്ങനെ അനങ്ങാണ്ട് ഇരിക്കില്ല. ഇതൊക്കെ ആകുമ്പോ അമ്മ ഇങ്ങനെ പിന്നെ കുറച്ചാൾ പിന്നെ അന്വേഷണം അമ്മേനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ, ഇതൊക്കെ മനസ്സിൽ ഇന്നൊരു ഓർമ്മയല്ലേ. അത് പക്ഷെ അന്വേഷണം അറിയില്ല. എനിക്കതും ഇല്ലാത്തതിന്റെ ദുഃഖം ഞാൻ എപ്പോഴും അനുഭവിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ
അവരെ കൂടെ അതില്ലാത്തതിന് ഇപ്പം. പക്ഷെ ആ ഒരു വിഷമം വേണ്ട വെച്ചിട്ടാണ് ഓരോ സമയത്ത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിരുന്നില്ലെങ്കിൽ നാളെ നമുക്കത് അനുഭവിക്കണമെന്നൊക്കെ അറിയാതില്ല നമ്മളെ ഫീല്. അതുകൊണ്ട് എടുത്ത വീഡിയോകളായിരുന്നു കേട്ടോ. അപ്പം എത്ര വർഷം ഞാൻ എൻ്റെ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നതായാലും ഞാൻ നോക്കണതും ആ കൈ അനങ്ങണതും ഒക്കെ കാണാം. ഫോട്ടോ അപ്പോൾ ഒന്നുമില്ല ഇങ്ങനെ. പക്ഷെ നമുക്ക് ജീവനോടെ കാണുന്ന ഒരു ഫീലാണ് വീഡിയോയിലൂടെ കാണുമ്പോൾ അല്ലേ. അപ്പം അങ്ങനെ പറ്റും. അപ്പം എനിക്ക് ഇന്നുണ്ട് നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ലതായിട്ട് സത്യമാണ് അച്ഛനും അമ്മയുള്ള കാരണം. അത് പ്രശ്നങ്ങളും അനുഭവങ്ങളും പിണക്കുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ആൾക്കാരുള്ളപ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, അതില്ലാണ്ടായിട്ട് എനിക്ക് കുറേ വർഷങ്ങളായി. അതില്ലാണ്ട് ഞാൻ അനുഭവിക്കുന്ന ഓരോ സാഹചര്യത്തിലും നമുക്ക് അവരില്ലാത്തതിൻ്റെ വിഷമം നമ്മൾ അനുഭവപ്പോൾ അത് അനുവായിട്ടിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്നാലും എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അനുവായിട്ട് ഭാഗ്യം ചെയ്ത ആളാണ്. ഇത്രയും വർഷമായിട്ട് അച്ഛനമ്മ എനിക്കൊക്കെ എൻ്റെ അച്ഛനെ കണ്ടത് ഞാൻ 15 വയസ്സിൽ ഞാൻ അച്ഛന്ന് വിളിച്ചോളൂ. എനിക്ക് അച്ഛന് 15 വയസ്സിൽ എൻ്റെ അച്ഛൻ പോയത്. എനിക്ക് 15 വയസ്സ്, അച്ഛന് 52 വയസ്സിൻ്റെ അച്ഛൻ പോയത്. എൻ്റെ അമ്മയും 10-13 വയസ്സാകുമ്പോൾ എൻ്റെ അമ്മയും പോയി. പക്ഷെ ചില സമയത്ത് ചിലർ അതിന്റെ വാല്യൂ മനസ്സിലായി. പിണക്കളടക്കം ഞാൻ എൻ്റെ അച്ഛനായിട്ട് പിണക്കേണ്ട ഒരു അവസ്ഥ വരില്ല. അമ്മയൊക്കെ ആയിട്ട് പിണക്കളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പിണക്കളും കാരണം ഉണ്ടെങ്കിലും അമ്മയ്ക്കൊരവസ്ഥ വന്നപ്പോൾ ഓടി പോയിട്ടുണ്ട്. നമ്മുടെ ഉള്ളതെടുത്ത് ചെയ്തിട്ടുമുണ്ട്. ഉള്ളത് എടുത്ത് ചെയ്യാനുള്ള പറ്റുന്നുണ്ട്. ഒന്നും അമ്മയുടെ നിന്ന് 10-15 ലക്ഷം സ്വത്ത് കിട്ടിയിട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് ആരുമില്ല, സ്വത്തുമില്ല, ഒന്നുമില്ല. അത് ഇല്ലയെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ പെൺകുട്ടികളെ അമ്മ മെഡിക്കൽ കോളേജിൽ മുമ്പ് 2-4 പെൺകുട്ടികളെല്ലാം മാറി നിന്നിട്ട് അമ്മയെ നോക്കിയിട്ടുണ്ട്. കാരണം ഏറ്റവും വലിയ ഭാഗ്യം അതായിരിക്കും. ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. നമ്മൾ പെൺകുട്ടികളെ ജനിപ്പിച്ച അമ്മ പെൺകുട്ടി ഒരു അമ്മയെ നോക്കുമ്പോൾ ഉണ്ടാകും. നമ്മളിപ്പോൾ നാളെ ഞാൻ പറയട്ടെ, എനിക്ക് വയ്യാണ്ട് എന്നെ എത്ര കുണുക്കൻ്റെ ഭാര്യ നോക്കണേക്കാളും എൻ്റേത് കാര്യം എൻ്റെ പെൺകുട്ടിയോട് ചെയ്ത് തരുമ്പോൾ എനിക്ക് സന്തോഷം കൂടുതല. സന്തോഷമല്ല അത്. എനിക്ക് എൻ്റെ പെൺകുട്ടിയോട് ചെയ്ത് തരുമ്പോൾ മരുമക്കൾ ചെയ്യുമ്പോൾ അത് വിഷമാ. അപ്പൊ ആ ഒരു ഭാഗ്യം എൻ്റെ അമ്മയ്ക്ക് കിട്ടി. പെൺകുട്ടികളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് ആൺകുട്ടികളുടെ ഭാര്യമാര് ചെയ്തു കൊടുക്കുന്ന വീടുകളുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളെ അടുത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലവരെയും കണ്ടിട്ടുണ്ട്. മരുമക്കൾ അമ്മനെ പൊന്നുപോകുന്നതുകൊണ്ട് ഇഷ്ടം പോലെ കാണാം. അപ്പം അങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഞാൻ കാശൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരുപാട് കാശുകൊണ്ട് വലിയ ഹോസ്പിറ്റൽ കാര്യങ്ങളൊന്നും അമ്മനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ആദ്യമൊക്കെ അമ്മയിലായിരുന്നു. പിന്നെ ഞങ്ങളതിൽ കാശില്ലായിരുന്നു. മെഡിക്കൽ കോളേജിലൊക്കെ തന്നെയായിരുന്നു കേട്ടോ അമ്മ. നല്ല മെഡിക്കൽ കോളേജിലായാലും ഞാൻ 4 പെൺകുട്ടികളായാലും മാറി 2 രാത്രി 2 പകൽ നിന്നിട്ട് അമ്മ മരിക്കണ വരെ ഞങ്ങൾക്ക് പോകാനും നിൽക്കാനും പറ്റും. അമ്മയുടെ കാര്യം ചെയ്യാനും പറ്റും. അതേമാതിരി എത്ര മക്കളും കാര്യങ്ങളും ഒന്നും ഉള്ളതല്ല. എന്താ വെച്ചെങ്കിൽ അച്ഛനും അമ്മയും മരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും ലാസ്റ്റ് അവരുടെ വിഷമഘട്ടം എന്ന് വെച്ചാൽ ഏറ്റവും മലം അല്ലെങ്കിൽ മൂത്രം ഇതൊക്കെ അല്ലേ, അതൊക്കെയല്ല ലാസ്റ്റ് ഘട്ടങ്ങളില്ല. അപ്പം അതൊക്കെ അതിനൊക്കെ നമ്മുടെ സഹായങ്ങളാണ് വേണ്ടി വന്നത്. ഈ അച്ഛനായാലും അമ്മയ്ക്കായാലും നമ്മളിപ്പോൾ അതൊരു ഇതായിട്ട് പറയണ്ട, വേണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്താ 2025 വലിയൊരു നഷ്ടം, 2026 വലിയൊരു നഷ്ടം. നഷ്ടങ്ങളിഞ്ഞ് എന്ത് ലോട്ടറി കിട്ടിയാലും നികത്താൻ പറ്റില്ല. അത് കഴിഞ്ഞു. ഞാനൊരു കാലഘട്ടം നമുക്ക് പറഞ്ഞില്ല. ഇപ്പൊ ഞങ്ങൾക്ക് കുറെ കടങ്ങളോ ബാധ്യതകളോ കാര്യങ്ങളോ ഉണ്ട്. അപ്പൊ നാളെ എല്ലാം ഇത് കിട്ടിയാൽ നമുക്ക് വീട്ടാണ് രക്ഷപ്പെടാം, ഇനി രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷ. പക്ഷെ ഇത് നമുക്ക് ഇനി എന്ത് കിട്ടിയാലും ഈ ഒരു പ്രതീക്ഷ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് അവരെ ഒരിക്കലും തിരിച്ച് എടുക്കാനോ തിരിച്ച് കൊണ്ടുവരാനോ പറ്റില്ല. അതാണ് ഞാൻ അച്ഛൻ്റെ അമ്മോടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട് ഇഷ്ടംപോലെ. എൻ്റെ അമ്മ എന്നോട് പിണങ്ങിയിട്ട് ഞാൻ നല്ല ഉണ്ടാക്കിയ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ വയ്യ എന്തെങ്കിലും ആവശ്യം തന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആവശ്യം ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് ഓടി എത്തിയിട്ടാണ്. അതാ പറഞ്ഞതല്ലേ, അതാണ് മക്കളെ പറഞ്ഞാൽ അങ്ങനെയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ അതാണ്. ആ അതായത് ഇനിയെങ്കിലും ജനങ്ങളൊന്ന് അല്ല ഞാൻ എത്രയോ സാധാ അമ്മമാരായിട്ട് അടിക്കുന്നു, പിച്ചിടുന്നു, ചവിട്ടിടുന്നു കാണുന്നു. അതൊന്നും ഒരു വകതിരിവാവില്ല. എത്ര എണ്ണം അടിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ വിഷമം തോന്നും. ഇനിയൊരു ജനറേഷനൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളത് നോക്കി നമ്മുടെ കാര്യം കാശും അല്ല ചിലവരുണ്ട് കാശും പദവിയുള്ള അച്ഛനമ്മേനെ കാശ് ഉണ്ടെങ്കിൽ പദവിനെ നമുക്ക് ഒന്നും നഷ്ടപ്പെടുന്നത്. അതൊക്കെ നമുക്ക് വെറുതെ തോന്നുക. ഞാൻ ഇപ്പം നല്ല ആരോഗ്യവതിയല്ല, എനിക്ക് കുറച്ച് കേടുള്ള ശരീരത്തിനും ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ എത്ര ചെറുപ്പമാണ്. എനിക്ക് കോടി ലാസ്റ്റ് എൻ്റെ ബാഗിലുണ്ടെങ്കിലും ഒന്ന് വീണ കഴിഞ്ഞില്ലേ 10 ആളെ സഹായം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും.
നമ്മളങ്ങനെയാണ് മൂക്ക് പൊട്ടിച്ചത്. ഇപ്പം കാശിൻ്റെ പദവിയുടെ മുകളിൽ ഒന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വീട്ടിൽ ഏറ്റവും വലുത് ബന്ധങ്ങളും സ്നേഹമാണ്. പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അത് പൊറുക്കാനും പിടിക്കാനില്ലല്ലോ മനുഷ്യന്മാര് അല്ലേ. പിണക്കങ്ങളില്ലാത്ത ജീവിതത്തില് അച്ഛനും അമ്മയും നമ്മൾ പിണങ്ങി വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ അച്ഛനമ്മയുടെ അടുത്ത് പോകാൻ പറ്റുമോ? അച്ഛനമ്മ നമ്മുടെ അടുത്തായാലും നമുക്ക് അച്ഛനമ്മയുടെ അടുത്തായാലും പോകാൻ പറ്റില്ല. രണ്ടുകൂട്ടം അങ്ങോട്ട് നമ്മൾ ഇഷ്ടംപോലെ പിണങ്ങിയിട്ടുള്ളത് അച്ഛനമ്മയായിട്ടില്ലേ. ആ പിണക്കം മാറേണ്ട സമയമാകുമ്പോൾ മാറുക പിണക്കം അതൊക്കെ ഇത് തന്നെ. ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ എന്തിനാണെങ്കിൽ അമ്മോട് പിണങ്ങി എനിക്ക് പിണക്കാൻ അമ്മോടൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ തെറ്റിദ്ധാരണ പുറത്താണ് അച്ഛനായാലും അമ്മയായാലും തെറ്റിദ്ധാരണ. ഞങ്ങളോട് പിണങ്ങിയിട്ടുള്ളതൊക്കെ ഞങ്ങളുടെ തെറ്റ്. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കുറേ കോട്ട തെറ്റാണ്. അത് അച്ഛനമ്മ പറ്റാവുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്, മനസ്സിലാക്കിക്കാനും പറ്റിയിട്ടുണ്ട്. അത് അവരറിയാത്ത കാര്യങ്ങൾ അച്ഛനും അമ്മ അറിയാത്തതാണ്. പല ഭാഗത്തു നിന്നുള്ള കുത്തിത്തിരിപ്പുകളാണ് ആ രീതിയിലെത്തിയത്. എന്തെന്നായാലും അല്ല പറഞ്ഞതായിരുന്നു നമുക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് നമുക്കുണ്ടായിരുന്നു നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യം പ്രശ്നം അല്ല പലയിടത്തും നമ്മൾ കണ്ടുതന്നെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അതങ്ങനെ ബലം പിടിച്ച് അതൊക്കെ വെറുതെ കഴിഞ്ഞില്ലേ. ഇനി ഉണ്ടാ പിണങ്ങ അവിടെ ഉണ്ടാണ് പിണങ്ങാനോ വാശി പിടിക്കാനോ ഉണ്ടാ ഇല്ല. ഇനി അച്ഛനും അമ്മയ്ക്കുണ്ട് നമുക്ക് ഒന്നും ചെയ്യണ്ട. നമ്മുടെ നേരം മാറ്റി വയ്ക്കണ്ട, നമ്മുടെ സമയം മാറ്റി വയ്ക്കണ്ട, നമ്മുടെ തിരക്കുകളില്ല. നമ്മൾ അച്ഛനും അമ്മയ്ക്ക് വയ്യാതെ നമ്മൾ തിരക്കുകൾ നമുക്ക് കുട്ടികളെ നോക്കണം. എനിക്ക് തണ്ടൽ വേദനയാണ് കൈ വേദനയാണ് കാരണം നിൽക്കാൻ പറ്റും. ഇതൊക്കെ വെറും നമ്മുടെ ഭർത്താവിനൊന്നും നമ്മൾ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ വെറും ചുണ്ട് ന്യായങ്ങളും കാര്യങ്ങളാണ്. അല്ല പല സ്ഥലങ്ങളിലും പല നാട്ടുകളിലും നമ്മൾ കേട്ട് തന്നെ ഓരോ കാര്യങ്ങളാട്ടോ. അച്ഛനമ്മ നോക്കാന്നില്ല, അച്ഛനമ്മയുടെ അടുത്ത് പോയി നിൽക്കുന്നില്ല നമുക്ക് പറഞ്ഞ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നാളെ നമ്മൾ ഈ പ്രായം എത്തും. പണ്ട് എന്തായാലും ആ ഒരു നഷ്ടം ലൈഫിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തിയായിട്ട് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ രണ്ടാളും അവിടെയും അതുപോലെ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കട്ടെ അല്ലേ. ഭൂമിയിൽ വല്ലാണ്ടൊന്നും സന്തോഷമൊന്നും കണ്ടിട്ടൊന്നുമില്ല. പണിയെടുക്കാൻ വേണ്ടി ജനിച്ച രണ്ട് മനുഷ്യന്മാരായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അവരവിടെയെങ്കിലും ഒരു ഹാപ്പി ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ അങ്ങനെ സ്ഥലം ഉണ്ടോ സ്വർഗം ഉണ്ടോ ഒരു കണ്ടുപിടും ഒന്നും അല്ല. പക്ഷെ നമ്മുടെ സാങ്കല്പികം അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോയി നമ്മൾ വന്ന് അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇത്. അപ്പം എത്തിയെങ്കിൽ അവർ ഹാപ്പി, അവരാത്മാവ് ഹാപ്പി ആയിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോ നമുക്ക് ഇനി ചെയ്യാനുള്ളൂ, ഇനി നമുക്കൊന്നും ചെയ്യില്ല. അപ്പം ഇതാ ചെയ്യാനുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് വീഡിയോ ഇടാം അല്ലേ ചേട്ടാ, നമുക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വിഷമിക്കല്ല ബോറടിപ്പിക്കുക എന്നല്ല, അതെന്തായാലും ക്ഷമിക്കുക. എല്ലാവരും നമ്മുടെ ദുഃഖങ്ങൾ ഞങ്ങളുടെ സന്തോഷം നിങ്ങൾ അറിയിക്കാറുണ്ട്, ദുഃഖവും അറിയിക്കാറുണ്ട്. അപ്പം ഇത് ദുഃഖം വെച്ചാൽ ഞങ്ങളിത് പല പ്രാവശ്യം ഞങ്ങളുടെ അമ്മേനൊക്കെ വീഡിയോയിൽ കാട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മയുടെ പല വിശേഷങ്ങളും ഞാൻ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അമ്മയുടെ നല്ലത് മാത്രമല്ല ഒരു കുത്തിയതും എല്ലാം നിങ്ങൾ പറയാറുണ്ട്. അമ്മ അപ്പോൾ ഞങ്ങൾ പോയിട്ട് തന്നെ ഞങ്ങൾ പിണങ്ങിയത് ഞങ്ങൾ ചെയ്തല്ല ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയണ്ട. എന്താ വെച്ചാൽ തെറ്റല്ല എന്ന് ഉറപ്പുള്ളതാണ് നമ്മൾ പറയണത്. നമ്മളത് തെറ്റാണെങ്കിൽ നമ്മൾ സമൂഹത്തിന് മുന്നിൽ പബ്ലിക്കിന് മുന്നിൽ വന്ന് പറയാറില്ല. ഇവര് എന്റെ അച്ഛനും അമ്മ എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല. അപ്പൊ ഞങ്ങള് ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ആഴ്ച കൂടി പറഞ്ഞു അമ്മ നമുക്കൊന്ന് ഗുരുവായൂർ അമ്പലത്തേക്ക് പോവാ. കുറച്ചു നേരം ഞാൻ എന്റെ ഭാര്യ എപ്പോഴും നമുക്ക് ഗുരുവായൂർ പോയല്ല വണ്ടിയിൽ ചെന്നിട്ട് പോയാലും ഞാൻ ആസ്പത്രി പോയപ്പോ വെറുതെങ്കിലൊന്ന് കറക്കും. ഞങ്ങൾ ചായ കുടിക്കുന്ന ചോടില്ല അവിടെ കൊണ്ട് എഴുതിട്ട് ഇളനീര് മേടിക്കും. അത് അപ്പൊ അമ്മക്ക് ഹാപ്പിയാണ്. എന്നാലും ചോദിക്കും എങ്കിലും പോകണം, അമ്മയ്ക്ക് അനീത്തിമാരെ കാണാൻ പോകണം, അമ്മ എവിടെയെങ്കിലും പോകണം. ഞാൻ എപ്പോഴും ചോദിക്കും അമ്മ ഈ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിരുന്നിട്ട് അമ്മയ്ക്ക് അനീത്തിമാരുടെ അടുത്ത് പോകണം, നമുക്ക് നേരെ പോയി കാണാം എന്നൊക്കെ ഞങ്ങൾ പറയും. വെള്ളിയാഴ്ച നമ്മളെ അനിയത്തിനെ കാണാൻ പോകണമെന്ന് പോലും ചോദിച്ചു. വയ്യാണ്ടായിരുന്നു ഇപ്പൊ ചൂണ്ടിൽ വയ്യാണ്ടായിരുന്നു കാണാൻ പോകണമെന്ന് വെള്ളിയാഴ്ച ചോദിച്ചതാ. അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് ഞങ്ങടെ പോകണ്ട. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വീഡിയോ ഇട്ടതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നണ്ട. ഓക്കെ, എന്ത് തോന്നുന്നു പോട്ടെ.